എൻ്റെ പേര് ഹരീഷ് ബാലകൃഷ്ണൻ നായർ. ഞാൻ NADCC നിന്നുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ഫോർ കേരള ആണ്. ഓക്കെ, ഈ ഇൻഡെക്സ് 25 എന്ന എക്സ്പോയ്ക്ക് വേണ്ടിയാണ് നമ്മളിന്ന് ഒരു പ്രസ് കോൺഫറൻസ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി പങ്കെടുത്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഞാൻ ആദ്യം ഡയസിലിരിക്കുന്നവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഗൗരി വത്സ മാം NADCCയുടെ നാഷണൽ ചെയർപേഴ്സൺ ആണ്. അതിന് ഇവിടെ ഇരിക്കുന്നത് വെമ്പള്ളി അമാനുള്ള സർ, അദ്ദേഹം സദേൺ റീജിയണൽ ചെയർമാനാണ് NADCCയുടെ. അനിൽ സാറിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ NADCCയുടെ ലെൻഡിങ് പാർട്ട്ണറാണ് ICL ഫിൻകോർപ്പ്. അദ്ദേഹം CMD ആണ് ICL ഫിൻകോർപ്പിൻ്റെ. രാജശ്രീ മാമാണ് അവിടെ ഇരിക്കുന്നത്. രാജശ്രീ മാം ICL ഫിൻകോർപ്പിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് ഹോൾ ടൈം ഡയറക്ടർ. ഓക്കെ, ഫർദർ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ ഗൗരി വത്സ മാമിനെ ക്ഷണിക്കുന്നു. First of all, thank you so much for coming here. This is a big announcement from our side, from NIDCC, that we are doing our first event, which is Index 25, and it is happening in Kochi. It is a beautiful event in God's own country, and I am here to invite all of you and everyone to come and visit us, see us, be with us, be our family, because we are all working towards getting Kerala and South Indian, especially Kerala business people and South India also, to showcase their products and services to not only other businesses here locally and nationally, to also other embassies and other countries, and grow and expand their base. So we are really looking forward to welcome them. I believe I will be speaking again about our app and Index a little more, but this is just a little welcome from my side. Thank you very much for being here. Hi, welcome to all. I welcome each and every person who are here. And you all know that this press conference regarding our upcoming event Index 2025. So obviously this press conference will give us good support in reaching out about this Index 2025 to each and every business persons, industrialists and entrepreneurs through you people. So I'm very honored to be here. Thank you very much. Again, anything, questions, something is there, ma'am, and we will answer to you all. Thank you. Good afternoon. നാഷണൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കൗൺസിൽ കമ്മിറ്റിയുടെ ഇന്ത്യയിലെ ലെൻഡിങ് പാർട്ട്ണർ NBFC ICL ഫിൻകോർപ്പായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടിയാണ്. ഇവിടെ ഒരുപാട് മേഖലകളിൽ അധസ്ഥിത വർഗത്തിൻ്റെ മോചനത്തിനും ഒക്കെയായിട്ട് ഒരുപാട് മേഖലകളിൽ ഒരുപാട് ബിസിനസ് സംരംഭകർക്ക് ഗവൺമെൻറ്റിൻ്റെ വേരിയസ് മിനിസ്ട്രിയിലൂടെ സഹായങ്ങൾ എത്തിക്കുക
അതിന് വേണ്ട ലോൺ പ്രൊവൈഡ് ചെയ്യുക, അതിന് കൂടുതൽ അവയർനെസ് പൊതുജനങ്ങൾക്ക് കൊടുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇൻഡെക്സ് 2025 മെയ് 2 മുതൽ 5 വരെ അങ്കമാലിയിൽ അഡ്ലക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തുന്നത്. Ministry of Commerce and Industry, Ministry of Food and Processing Industry, Ministry of Fisheries, Animal Husbandry and Dairy, Ministry of MSME ഓർഗനൈസ്ഡ് ആണ് ഈ NIDCC. എല്ലാ മന്ത്രാലയങ്ങളും എല്ലാ മിനിസ്ട്രീസും അതിൽ പങ്കെടുക്കും. അതറിയിക്കുക എന്നതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ദൗത്യം. ഒപ്പം ICL ഇന്ത്യയിലെ ലെൻഡിംഗ് പാർട്ട്ണർ എന്നും കൂടി അറിയിക്കുന്നു. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഡോക്ടർ രാജശ്രീ അജയ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ICL FinCorp. ചെയർപേഴ്സൺ പറഞ്ഞതുപോലെയും CMD പറഞ്ഞതുപോലെയും ഇതൊരു വലിയൊരു തുടക്കമാണ്. കേരളത്തിലെ ICL FinCorp എന്ന NBFC ഇന്ത്യ ഒട്ടാകെ ബ്രാഞ്ചസും അതിൻ്റെ ഒരു പ്രസൻസുമായിട്ട് പോവുകയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ധാരാളം സ്കീമുകൾ, ധാരാളം മിനിസ്ട്രീസിൻ്റെ സ്കീമുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള NBFC ആയിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും ഏതൊരു സ്കീമിൻ്റെയും വിജയം അത് നടപ്പിലാക്കുകയും ആ ഫണ്ടുകൾ എത്തേണ്ട ബെനിഫിഷ്യറീസിന് എത്തുകയും ആ ഉദ്ദേശിച്ചിട്ടുള്ള ഏതൊരു ഇൻഡസ്ട്രിയാണോ ആ ഇൻഡസ്ട്രി പ്രകാരമുള്ള ഒരു ബെനിഫിറ്റ് എല്ലാ ബെനിഫിഷ്യറീസിനും എത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. അതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ICL FinCorpനെ ലെൻഡിംഗ് പാർട്ണറായിട്ട് ചൂസ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. വി ആർ എക്സ്ട്രീംലി പ്രിവിലേജ് ടു ബി എ ലെൻഡിംഗ് പാർട്ണർ ഫോർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആൻഡ് ഈ ഒരു ഇൻഡെക്സ് 2025 ഏതെല്ലാം ബിസിനസ് എൻ്റർപ്രൈസസ് ആണോ ജോയിൻ ചെയ്യുന്നത് അവരുടെ എല്ലാം ഈ പറയുന്ന ഒരു മേഖലകളിലോട്ടുള്ള എന്തെല്ലാം സഹായ സ്കീംസാണ് നമുക്ക് എത്തിക്കാൻ കഴിയുന്നതെന്നുള്ളത് കൂടി അറിവാകാൻ കഴിയും. ഈ ഒരു സ്കീം ഇന്ത്യയൊട്ടാകെ പല സ്കീമുകൾ പല മിനിസ്ട്രീസിൻ്റെയും ICL FinCorp വഴിയായിരിക്കും ഇനി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിയായ സന്തോഷമുണ്ട്. ഇൻഡെക്സ് 2025 ഈ ബാക്കിയുള്ള ഈ പ്രോഗ്രാമിലോട്ടും സ്വാഗതം. താങ്ക് യു. So I'll take the conversation a bit further. So now you know that this is our exhibition that's happening. We would like to invite a whole range of people here, starting from the individuals who are thinking of starting their business. So we are inviting them, please come and see us, visit us. There are small and medium entrepreneurs that are coming and taking stalls. Look at their products and services and be a part of our family in terms of registering in our app. So we are also launching our new app on 2nd of May. It is called IND app, IND-APP. IND app is a NIDCC product. It's a NIDCC app in which all of you can register, whether you want to start your business or whether you already have your business. You can register in that app and be a part of NIDCC family. Now, as a member in the app, you get complete 0 to 100 support in terms of creating your vision, in terms of making a DPR, which is detailed project report. What government schemes are available to you, it is shown in the app. Plus, we are also there to assist you in person. So when you become a member of the app, you become a member of NIDCC family, and we take care of all the requirements that you have, starting from funding, creating a vision, expanding in India, and expanding abroad in terms of collaboration, in terms of schemes that are there for marketing. So we have marketing, production, we have funding for capital funding and daily funding, credit funding, and this, that, the other. So everything will be under one roof.
So hopefully we will see you in the app soon. Not only come in the exhibition, also register yourself there, and let us help you, let us support you with your growth and reaching out to global customers and global market. So this is about the app. ധനകാര്യ സ്ഥാപനങ്ങളുടെ സ്റ്റോളുകൾ ഉണ്ടാവും അവിടെ. ബാങ്കിൻ്റെ, നബാർഡ്, സിഡ്ബി, ICL ഉണ്ടാവും. ഓക്കെ, പല സ്കീമുകളും നമ്മൾക്ക് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ ഗ്രാൻറ്റുകളും സബ്സിഡികളും എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവും അവിടെ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, എന്താണ് സ്കീം, ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ സ്കീമുകളുണ്ട്, അതെങ്ങനെ അവെയിൽ ചെയ്യാമെന്ന് ആർക്കും അവയർനെസ് ഇല്ല. ഈ അവെയർനെസ് പബ്ലിക്കിന് വരുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതായത് ഏതൊക്കെ സ്കീമുകൾ അവൈലബിൾ ആണ്, ആർക്കൊക്കെ അത് അവെയിൽ ചെയ്യാം, വ്യത്യസ്ത മിനിസ്ട്രികൾ ചേർന്ന് ഫോം ചെയ്തതാണ്. മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിങ്ങിൽ കുറേ സ്കീമുകളുണ്ടാവും, MSMEയിൽ കുറേ സ്കീമുകളുണ്ടാവും, അതുപോലെ തന്നെ ഫിഷറീസിൽ കുറേ സ്കീമുകളുണ്ട്. പക്ഷേ സ്കീമുകൾ എവിടെയാണ്, എവിടെ നിന്ന് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടും, എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് പബ്ലിക്കിന് വേണ്ടി നമ്മൾ ഫ്രീ എൻട്രിയാണ്. പബ്ലിക്കിനെല്ലാം എല്ലാവരും മാക്സിമം ആൾക്കാർ വരണം, ബിസിനസ്സിൽ താല്പര്യമുള്ള ആൾക്കാർ വരണം, സെൽഫ് എംപ്ലോയ്മെൻറ്റ് താല്പര്യമുള്ള ആൾക്കാർ വരണം. ഈവൻ സ്റ്റുഡൻസിനെ പോലും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും, എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ അവെയിൽ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും വ്യത്യസ്ത മിനിസ്ട്രികളുടെ. അതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള എയിം. അപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ബാങ്കുകളുണ്ട്, സിഡ്ബി ഉണ്ട്, നബാർഡ് ഉണ്ട്. NBFC ലെൻഡിങ് പാർട്ട്ണറായിട്ട് നമുക്ക് ICL മാത്രമാണ് ഉള്ളത്. അപ്പോൾ ICLനെയും കൂടെ ചേർന്നുകൊണ്ടായിരിക്കും നമ്മൾ ഈ അവയർനെസ് കൂടുതൽ കൊടുക്കുന്നത്. അവിടെ സ്റ്റോളുള്ള ബാങ്കുകളുടെ കാര്യമാണ് അത് പറഞ്ഞത്. ഓക്കെ, മെയിൻ സ്ട്രീം ബാങ്കുകളുടെ എല്ലാം സ്റ്റോളുകളുണ്ടാവും. ഇൻഡെക്സ് അത് മറ്റ് എക്സിബിഷനാണ്. NADCC ഓർഗനൈസ് ചെയ്യുന്നത് ഫസ്റ്റ് എക്സിബിഷൻ നമ്മൾ ഇവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. NADCC ഓർഗനൈസ് ചെയ്യും. NADCC ഈ നേരത്തെ പറഞ്ഞ 4 മിനിസ്ട്രികളുടെ ഒരു തുടങ്ങിയിട്ടുള്ളൊരു റെഗുലേറ്ററി ഇനീഷ്യേറ്റീവാണ്, ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അപ്പോൾ ഈ 4 മിനിസ്ട്രികളിലുള്ള എല്ലാ സ്കീമുകളും ഗ്രാൻറ്റുകളും കാര്യങ്ങളും എല്ലാം ഇനി പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ കസ്റ്റമർ സൈഡിലുള്ള ഫ്രണ്ട് എന്ന് പറയുന്നത് NADCC ആയിരിക്കും. ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാനും എല്ലാ ആൾക്കാർക്കും അവയർനെസ് കൊടുക്കാനും ആൾക്കാരെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കാനും എല്ലാം ചെയ്യിക്കുന്നതിൻ്റെ ഒരു ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്നത് NADCC ആയിരിക്കും. ഒരു ഫെസിലിറ്റേഷൻ ചെയ്തു കൊടുക്കുന്നത് NADCC ആയിരിക്കും. അപ്പം എല്ലാ സ്ഥലങ്ങളിലും എക്സിബിഷൻസ് ഉണ്ടാകും, വ്യത്യസ്തമായിട്ടുള്ള എല്ലാ നാട്ടിലെ ആൾക്കാർക്കും അവയർനെസ് കൊടുക്കണം. പല സ്കീമുകളും അൺയൂട്ടിലൈസ്ഡ് ആണ്. അതായത് സ്പെഷ്യലി നമ്മളുടെ സൗത്ത് സൈഡിലേക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നേ ഇല്ല പല സ്കീമുകളും, ആരും അപ്ലൈ ചെയ്യുന്നില്ല, ആർക്കും അറിയുന്നില്ല. അത് മനസ്സിലാക്കി കൊടുക്കലാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. മാക്സിമം ആൾക്കാരിലേക്ക് സ്കീമുകൾ എത്തിക്കുക. മാക്സിമം പറയും ടോട്ടൽ 450ഓളം സ്റ്റോളുകൾ ഉണ്ടാവും. Well, I would like some questions because this is our first exhibition. Actually, I don't know what kind of questions I can answer at this point of time because we are just about 1 week before the exhibition. But I can tell you that we are supported by 4 of the ministries as of now, which is growing. Food processing, Ministry of Food Processing, Ministry of Fisheries, Animal Husbandry and Dairy, Ministry of Commerce and Ministry of MSME. So while we have only 4 ministries as of now, but the industries that we are inviting for exhibition are every industry. So because we have the support, we can actually thrive in every industry. We have access to schemes in every industry, whether it is cluster, whether it is textile, whether it is dairying or fisheries or anything.
So the point is that a lot of times the schemes do not reach these people because of lack of information, and also because we don't know whether there is no coming together point to understand what is the government support have government has the support for us and how we can avail. So all that has come under one roof. So for example, we have the list of all the, please do not ask me the list because it's very difficult to remember all the schemes. Every ministry has come out at least with, 50 to 100 schemes which we cannot remember. That is why we have a team set up who will identify what schemes are better for you as an entrepreneur. So you may have a small industrial, small textile setup or fishery cluster or a setup. We will identify what schemes and things and loans good for you, for your growth, for marketing, for reaching out to different countries. We will come together and figure out what your vision is. Then we have lending partners. We have, with their support, we will figure out what are the best products that can be given to you. So it is all in all, every industry and one-stop shop for all the needs an entrepreneur has. Whether it is starting up or whether it is expanding now, there are a lot of issues that happens in marketing. You have a good product, you have your manufacturing or whatever office setup you have, but how do you reach out? How do you start selling your product? Now you can put it on Amazon and things like that, but that's not enough. When you want to have an outreach to global market, there needs to be some, substantial support in it. But we don't know what the government has. Now, government in every industry has a good scheme for marketing and reaching out. But do we know? No, we don't. So this is the place where when you come together and sit with us, we will let you know entirely what support and schemes are given. So I hope I've tried to clear what we are doing here and what we aspire to do. I hope we have a lot of people coming in because this is for mutual growth. We are established to create, to actually not create, but to provide the support that government has already created, but it has not reached to the depths of the country. So that's what we are here for. I hope you will throw a word around for us and let everybody know that we are here to cater to them. Thank you. ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ ഈ ഇതിൽ ഒറ്റയടിക്ക് എത്ര സ്കീമുകളാണ് ഓരോ മിനിസ്റ്റേഴ്സിന്റെ കീഴിലുള്ളതെന്ന് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല, കാരണം അത്രയധികം സ്കീമുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സക്സസ് എക്സ്പോർട്ട് സക്സസ് എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ ആക്ച്വൽ ബെനിഫിഷ്യറീസിന് ഈ സ്കീമിൽ കിട്ടണമെങ്കിലും അവർക്കൊക്കെ അതിൻ്റെ ബെനിഫിറ്റ് ഒന്ന് കിട്ടണമെങ്കിലും അവരുടെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ വലുതാക്കണമെങ്കിലും പലതരത്തിലുള്ള സ്കീമിൽ ഏത് അവർക്ക് ഉപയോഗിക്കാം, എത്ര ലെവൽ ഓഫ് എമൗണ്ട്സ് അവർക്ക് കിട്ടും, ഇത്തരത്തിലുള്ള ഓർഡറുകൾ കിട്ടുമോ ഇല്ലയോ, ഇതുപോലത്തെ പലതരം കാര്യങ്ങൾ കാണും. അപ്പോൾ ഈ എക്സ്പോയിനെ കുറിച്ച് പരമാവധി ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ അട്രാക്ട് ചെയ്താൽ കോമൺ പീപ്പിളിൽ ഇത് എത്തുകയും ചെയ്യും. NIDCCക്ക് ഇവിടെ തന്നെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ഉണ്ട്. ICL ഫിൻകോപ്പിന് അക്രോസ് കേരള ആൻഡ് അക്രോസ് നേഷൻ വൈഡ് ബ്രാഞ്ചസും ഉണ്ട്. അപ്പോൾ ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് വഴി കണ്ടുപിടിക്കുന്നതും അപ്രൂവ് ചെയ്യുന്നതുമായിട്ടുള്ള ബെനിഫിഷ്യറീസിന് ഫണ്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ICL ഫിൻകോപ്പിന്റെ ഒരു ഉത്തരവാദിത്വം. അപ്പോൾ ഈ എത്ര പേർക്ക് കൂടുതൽ ഇതിനെ ഇത്തരം സ്കീമുകളും ഇത്തരം ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയുന്നു, എന്നിരുന്നാൽ മാത്രമേ ഈ സ്കീമുകൾ പരമാവധി ആളുകളുടെ അടുത്ത് എത്താൻ കഴിയുള്ളൂ, അത്ര ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് മാഡം വീണ്ടും അത് പറഞ്ഞത്, പരമാവധി ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കിയാൽ, പിന്നെ സ്കീമും റെഡിയാണ്, ഫണ്ടും റെഡിയാണ്. So as and when people know that such a scheme exists and they can approach the government and they can approach the fund lending partner ICL FinCorp and apply for that particular scheme, then we'll be able to disburse it. So awareness and sort of propagating these schemes are most important right now. Thank you. So the agenda is that there will be ministers, cabinet ministers coming, and there is a whole agenda for the 2, 3, 4, 5 May.
There are some things that we can share right now, but there are some things that we won't be able to share in detail. So let me start with the embassies that are coming. So there are about 20 embassies coming, but I cannot give the names right now. I hope it's all right at this stage. But we are assuring you that there are 20 embassies coming with their stalls. So when you visit the exhibition, you will have these countries' stalls, and you can speak to the delegation present there. You can have a word with them, understand what their requirement is, show your products and services, have a nice talk with them. So there will be 20 of such stalls. Now, I guess the ministries and people who are coming, I will give the mic to you. You can just let them know. We have the whole, list of dignitaries that we are going to have, so you can make it up. Thank you, ma'am. Actually, the exhibition will be inaugurated on May 2nd by Union Cabinet Minister for MSME, Shri Jitendra Manji sir, and Kerala Industries Minister P. Raju, and MP Mr. Benny Bahanan, MLA Rosie M. John, and Angamale Municipal Chairman Shajo Paul will also attend the opening ceremony. Over the following days, as per now what we have the confirmation, Union Minister B.L. Varmaji, Mr. Suresh Gopi, Mr. Rajiv Ranjan Singh, Mr. Chirag Paswan, and former Union Minister Rajiv Chandrasekhar, and lot of joint secretaries of various ministries, representatives from international embassies, Lulu Group Chairman M.A. Yusuf Ali, and Dr. B.U. Abdullah are expected to participate in this. Along with this, lot of, as ma'am said, lot of embassies, 20 embassies will attend, and this will be a good opportunity for everyone to get or to acquire the knowledge about the government schemes, and you can attract whatever basing on your business, the foreign investments also. So only 1 week time is there. So please, all the industries, industrialists, entrepreneurs, business people, come and attend this, our Index 2025. You definitely, I can say that this is a very good foundation stone laid by NITCC for all the business people, entrepreneurs, industries. It's a very good platform because we are having a good financial lending partners like ICL and more. So please come, please visit our Index 2025, and it will be useful for you, useful for us, and good development will be there. Thank you. The most unique part of this platform is that it's not just another exhibition. This is a place where you will understand, as an entrepreneur, whether big or small, you'll understand what support system already exists and what you can have. So that information, that is the missing link right now within our economy. So come and visit us to figure out what support we can give you, what support government has already put in place for businesses. So that is why this is one of the unique platforms. So we are welcoming one and all, individuals, students, small businesses, startups, medium-sized businesses. Please come and visit us, meet us, talk to us with your vision, talk to us with what kind of requirements you have for your business, and we are looking forward to seeing you.